ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ നോക്കുക, എന്നിട്ട് മാത്രമേ എന്നെ തെറി വിളിക്കാവേ പ്ലീസ്. ഈ മാത്രമല്ല, കുറെ യൂട്യൂബേഴ്സിനും കുറെ കോണ്ടന്റ് ക്രിയേറ്റർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണിത്. അർജന്റീന അന്ന് ഫൈനൽ മാച്ചിന് ന്യൂജേഴ്സിയിൽ എത്തേണ്ട ഫ്ലൈറ്റ് ജോർജിയ അറ്റ്ലാന്റയിൽ 48 hours ആണ് പിടിച്ചിട്ടത്. ഈ സൈക്ലോണിന്റെ പേരും പറഞ്ഞു, ഇടിയും മഴ മിന്നൽ അങ്ങനത്തെ പേരും പറഞ്ഞിട്ട് 2 ദിവസം പോയിട്ട് ഒരു ദിവസം പോലും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. ആ ഒരു ഫൈനലിൽ കളിക്കുമ്പോഴത്തേക്കും ഒരാൾ 5 മണിക്കൂറിന് മുന്നെയാണ് അവിടെ എത്താനുള്ളത്. ഞാൻ പറയണ കള്ളമെന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. മെസ്സി തന്റെ കളിക്കാരോട് പറയാണ്, ഫൊഗോട്ട് അബൌട്ട് ദാറ്റ്, ലിവ് ഇറ്റ്. അതിനെക്കുറിച്ച് മറന്നേക്ക്, അതിനെക്കുറിച്ച് ഇനി ഓർക്കണ്ട, ഓക്കെ, കളിയിൽ ഫോക്കസ് ചെയ്യാൻ കുറിച്ച് ഓർക്കണ്ട. ഇത് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ മുഖത്ത് എല്ലാം ഒരു നിസ്സഹായാവസ്ഥയാണ്. ആ ഒരു ഫൈനൽ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ മുകളിൽ സ്നൈപ്പർ ഇരിക്കുക, സ്നൈപ്പർ എന്തോ ആണ് അത്. എല്ലാ കളിയിലും നമ്മൾ ജയിക്കുമെന്ന് വിശ്വസിച്ച കളിയിൽ പോലും മെസ്സിയുടെ വൈഫും ബാക്കിയുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫൈനലിൽ ഞങ്ങൾ അർജന്റീന ടീമിൽ ആരെയും കണ്ടില്ല, ആരെ ഫാമിലി മെമ്പേഴ്സിനെയും കണ്ടില്ല. നിങ്ങൾ കണ്ടോ? അറിഞ്ഞൂടാ കേട്ടോ. സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് റൗണ്ട് ഓഫ് 16, ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്, കിഡിൽ ലെഫ്റ്റ് ബാക്ക്, ഒരു ഗോൾ ഇട്ടതിന് ശേഷം ന്യൂനോ മെസ്സി ഇഞ്ചറിയായി. അതേപോലെ ക്വാർട്ടർ ഫൈനൽസിൽ ബെൽജിയത്തിന്റെ കിഡിലം പ്ലെയർ കോർട്ടിയസ് ഇഞ്ചറി. സെമി ഫൈനൽസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ഫ്രാൻസ് സലിബയും പെട്ടെന്ന് ഇഞ്ചേർഡ് ആവാണ്. അർജന്റീന വേഴ്സസ് സ്പെയിൻ, അതിൽ അടിപൊളി ഡിഫൻഡർ മാർട്ടിനസ് പെട്ടെന്ന് ടയർഡായി ഇഞ്ചേർഡ് ആവാണ്. സംതിങ് ഫിഷി. അർജന്റീന പ്രസിഡന്റ് പോലും സ്വന്തം രാജ്യത്തിന്റെ കളി കാണാൻ വന്നിട്ടില്ല. വൈ? എന്നെ സംബന്ധിച്ച് ഇംഗ്ലണ്ടോട് ഇറക്കിയ ഒരു സ്ക്വാഡാണ് ഇവിടെ ഇറക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ സ്കലോണി അവിടെ എന്തോ ചെയ്ത് കളഞ്ഞു. ലൗട്ടാറോ മാർട്ടിനസിന്റെ കാണുപോലുമില്ല. സിമിയോൺ അവനെ കണ്ടിട്ട് പോലുമില്ല നമ്മള്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മാഗസീനാണത്, ഒരു കാർട്ടൂൺ മാഗസീൻ, ഒരു ബുക്കാണ്. അതിനകത്ത് കൊടുത്തിട്ട് അതിനകത്തുള്ളത് നോക്കി. അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ചിനകത്ത് ഒരു 7 നമ്പർ ജേഴ്സിക്കാരൻ ഗോൾ അടിക്കുന്നു, അതിനകത്ത് സ്പെയിൻ ജയിക്കണത് പോലെ. സത്യത്തിൽ എന്താ നടക്കണത് ഇവിടെ? ഇതൊക്കെ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതെല്ലാം എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? എന്തുണ്ടായി അവിടെ? അവറ്റകളുടെ കരച്ചിലേ കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ആ ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. It's my turn, bro. It's my turn.